ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടോറോളേൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ മോട്ടോ G8 പവർ ലൈറ്റ് ആണ്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. 8999 ആണ് പ്രൈസിങ്, അതായത് 9000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഇതിൽ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്യുന്നത്. മോട്ടോ G8 പവർ ലൈറ്റ് ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാണ്ട് തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഹീലിയോ P35 ഒക്ടോകോർ പ്രോസസ്സറാണ്. 4GB RAM, 64GB സ്റ്റോറേജും ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് മോട്ടോ ഓഫർ ചെയ്യുന്നത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതിൽ വരുന്നത് 6.5 ഇഞ്ചസ് മാക്സ് വിഷൻ ഡിസ്പ്ലേ ആണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. ഒരു ബ്ലാക്ക് കളർ ബോക്സ് പാക്കേജാണ്. മോട്ടോറോള ബ്രാൻഡിങ് ബാക്കിലുണ്ട്. പിന്നെ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 MP പ്രൈമറി ക്യാമറ, 2 MP ഡെപ്ത് സെൻസർ, 2 MP മാക്രോ സെൻസറാണ് വരുന്നത്. 4GB RAM, 2 കളറുകളാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ബ്ലൂ കളറാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. ഇതിൽ വാട്ടർ റെപ്പലൻറ്റ് ഡിസൈൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മേളിൽ കാണുന്നത് ഡിവൈസാണ്. ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു കേസും കൂടി ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് കാണാൻ ഒരു TPU കേസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ നമുക്ക് ഡിവൈസിനെ കുറിച്ച് വിശദമായി പിന്നീട് പറയാം. പിന്നെ വരുന്നത് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറാണ് ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ, സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത്. ഒരു 10 വാട്ട് അഡാപ്റ്ററാണ് വരുന്നത്, സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ്. പിന്നെ മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ G8 പവർ ലൈറ്റ്. അപ്പോൾ ഇതിൽ വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 6.5 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കുഴപ്പമില്ല. ടച്ച് റെസ്പോൺസ് അത്യാവശ്യം സ്മൂത്താണ്. വളരെ സ്മൂത്ത് അല്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ടച്ച് റെസ്പോൺസാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ HD+ നമ്മൾ എല്ലാ ഫോണിലും കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും HD+ ആണ് ഓഫർ ചെയ്യുന്നത്. ഒരു നോച്ച് കാണാം, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. പക്ഷേ ഏറ്റവും വലിയ പോരായ്മ അതിൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്ത് ആൻഡ്രോയിഡ് 9.0 ആണ്. അപ്പോൾ 2020 ആൻഡ്രോയിഡ് 9.0 എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാ ഫോൺസിലും കണ്ടില്ല, എല്ലാത്തിലും ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ്രോയിഡ് 9.0 ആണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് 9 പൈ ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും മോട്ടോ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ 4GB RAM ആണ്, 64GB സ്റ്റോറേജ് ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസോ വേറെ ആപ്സോ ഒന്നും തന്നെ ഇല്ല. വെറും ബേസിക് സ്റ്റോക്ക് ആപ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ഒരു നല്ല ഇതാണ്. കാരണം നമ്മളിപ്പോൾ ഷവമി, റിയൽമി ഫോൺസൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോട്ട്വെയർസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. കാരണം ഇതിനകത്ത് വെറും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആപ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആപ്സും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് ക്യാമറയുടെ കാര്യം നോക്കാം. ഇതിൽ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി ക്യാമറ കാണാം, ഒരു ഡെപ്ത് സെൻസർ, ഒരു മാക്രോ സെൻസർ കാണാം. അപ്പോൾ ഇത്രയാണ് ക്യാമറേൻ്റെ കാര്യം പറയുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ആണ് 1080p റെസൊല്യൂഷനാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്. 8 MP ഫ്രണ്ട് ക്യാമറ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മോട്ടോ G8 പവർ ലൈറ്റ് എന്നെടുത്ത് ക്യാമറ സാമ്പിൾസ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. 16 MP ഷൂട്ടർ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിന് വേണ്ട ഒരു ഫോട്ടോ ക്വാളിറ്റിയൊക്കെ മോട്ടോ G8 പവർ ലൈറ്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ്സ് ആണെങ്കിലും മാക്രോ സെൻസർ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഡീറ്റെയിൽഡായി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് വിശദമായ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻസ് കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും ഹയർ കപ്പാസിറ്റി ബാറ്ററി ആയതുകൊണ്ട് ഒരു 2 ദിവസമൊക്കെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ മോട്ടോയും പറയുന്നതാണ് 2+ days ഓഫ് ബാറ്ററി ലൈഫാണ് മോട്ടോ പറയുന്നത്. പിന്നെ 10 വാട്ട് ചാർജറാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ വാട്ടർ റെപ്പലൻറ്റ് ഡിസൈനാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സ്പ്ലാഷസ് എല്ലാം തന്നെ ഇതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഡിസൈൻ്റെ കാര്യം പറയാം.
ബാക്ക് പാനലിൽ ഒരു ഡുവൽ ടോൺ ഫിനിഷാണ്, പക്ഷേ ഫിനിഷ് നല്ലൊരു ഫിനിഷായിട്ട് നമുക്ക് തോന്നി. കാരണം ഇതിൻ്റെ മാറ്റ് ഫിനിഷ് വളരെ മികച്ചൊരു ഫിനിഷായിട്ട് തോന്നി. കാരണം നല്ല ക്വാളിറ്റിയുള്ളൊരു ഫിനിഷാണ് മാറ്റ് ഫിനിഷ്. നമ്മൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ സാധാരണ ഗ്ലോസി ഫിനിഷൊക്കെ കണ്ട് മടുത്തത് കാരണം ഇത് കുറച്ചൊരു നല്ല ഫിനിഷായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാൻ നിങ്ങൾക്ക് മോട്ടോ ലോഗോ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പീക്കർ യൂണിറ്റ് കാണാം ബോട്ടം സെക്ഷനിൽ. പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ബോട്ടം സെക്ഷനിലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ്. അതൊരു പോരായ്മയാണ്. USB Type C ഇല്ല, എങ്കിലും ബജറ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ സാധാരണ Type C കാണാറില്ല. പിന്നെ ഇവിടെ 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡിസൈൻ ആസ്പെക്റ്റ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ 8,999 പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ഓഫറിംഗ് ആണെന്ന് പറയാം. ഒരേ ഒരു മേജർ പോരായ്മ നമുക്ക് തോന്നിയുള്ളൂ, അത് Android 9 ഉണ്ട് എന്നുള്ളതാണ്. Android 10 ഓഫർ ചെയ്തിട്ടില്ല. അത് ശരിക്കും ഒരു പോരായ്മ തന്നെയാണ്. കാരണം 2020 മെയ്യിൽ ഇറങ്ങിയൊരു ഫോണിന് Android 10 ഇല്ല എന്ന് പറയുന്നത് തികച്ചൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ ഹോപ്പ്ഫുള്ളി മോട്ടോ ഇതിനൊരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ തോന്നുന്നത്. ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓഫറിംഗ് ആണ്. ലാർജ് കപ്പാസിറ്റി ബാറ്ററിയും ലാർജ് ഡിസ്പ്ലേയും നല്ല ക്യാമറാസും ഓഫർ ചെയ്യുന്ന ഒരു ഡിവൈസാണെന്ന് പറയാം. പിന്നെ മോട്ടോൻ്റേതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 8,999, അതായത് 9,000 രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണ്. ഒരു വേരിയൻറ്റിൽ 4GB റാമും 64GB സ്റ്റോറേജുമാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ G8 പവർ ലൈറ്റിൻ്റെ അൺബോക്സിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.